പണ്ട് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടകൃഷിയായിട്ട് ചെയ്യുന്ന പിന്നെ അടുത്ത കൃഷിക്ക് മുമ്പ് കുറേ സമയം വേനലവധിയല്ലേ, ആ സമയത്ത് നമ്മളവിടെ പാടത്ത് എന്താ ചെയ്യുന്നറിയോ, ചെറുപയറിൻ്റെ സംഭവം ഇടും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വിളകിയല്ല മൂത്ത് തുടങ്ങിയിട്ട് അതിൻ്റെ ആ പിഞ്ച് കൊണ്ടുവന്ന് തോരൻ വയ്ക്കും. ആ സമയത്ത് പയറ് പറിക്കുന്ന സമയത്തൊരു മണമുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെന്ത് വന്നപ്പോൾ എനിക്ക് ആ മണം, എൻ്റെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. അടിപൊളി ഓർമ്മകളിലേക്ക് ഞാൻ പോയി. അപ്പോൾ തിരിച്ചു തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പയറിൻ്റെ ഇല കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്. ചീരയുടെ പോലെയോ മുരിങ്ങേരയുടെ പോലെയോ ഒന്നുമല്ല, വേറൊരു ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഹായ് ഗൈസ്, നമസ്കാരം. ഇത് പയറിന്റെ ഇലയാണ്. ഇങ്ങനെ നമ്മൾ വാങ്ങിയതാ, ഇങ്ങനെ 3 കെട്ടായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിക്കൊണ്ട് വന്നതാ. അപ്പോൾ ഇത് ഒന്ന് അഴിച്ച് നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പുഴുവുണ്ടോ, നല്ലതാണോ എന്ന്. അതിനുശേഷം ഞാൻ ഇത് അരിഞ്ഞിട്ട് കാണിക്കാവേ. അതുപോലെ ഇങ്ങനെ 3 ഇലയായിട്ട്. എല്ലാവർക്കും അറിയാലോ പയറിന്റെ ഇലയുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന്. ക്യാമറ തിന്നാൻ വരുന്നവരാ അങ്ങോട്ട് മാറ്റി. ദാ ഇങ്ങനെ പറിച്ചിടണം. പറിച്ചിട്ടതിന് ശേഷം അരിഞ്ഞെടുക്കണം. തണ്ടുണ്ട് അതിനകത്ത്. ഭയങ്കര തണ്ടുള്ള ആൾക്കാർ കൊണ്ടുവന്ന തണ്ടൻ പയറല്ലേയാണ്. നമ്മൾ അരിഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്നത് ഗൈസ്. കഴിഞ്ഞപ്പോ ഇത്രയും വേസ്റ്റ് ഉണ്ട്. അയ്യോ, അത് കെട്ടി വെച്ചേക്കുന്ന കണ്ടാ വളരെ ചെറിയ കെട്ടുകളാണെങ്കിലും അങ്ങോട്ട് അഴിച്ചിട്ടപ്പോഴുണ്ടല്ലോ, എന്താ പറയാ, അല്ലെ പിന്നെ ഞാൻ കാണാൻ ഭംഗിയില്ലാത്തതൊക്കെ എടുത്ത് കുടഞ്ഞ് ഇട്ട പോലെ ഉണ്ട്. തണ്ടൊക്കെ കളഞ്ഞ് ഇത്രയും അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തോരൻ വെക്കാൻ തുടങ്ങട്ടെ. കൈ വീഴുന്ന ഇവിടെ കിടന്ന് ഇവിടെ കാണുന്നു. പൊട്ടിച്ചീരട്ടെ. ശരി. ഒരു ചെറിയ സവാള ഒന്ന് വഴറ്റി ഉപ്പാണ് ഇടുന്നത്. ഉപ്പിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, സവാള ഒന്ന് വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിനൊരു മസാല ഉണ്ടാക്കണം. തോരൻ്റെ മസാല എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഇതെങ്ങാണ്ട് അമ്മ ഉണ്ടാക്കിയപ്പോൾ കഴിച്ചത് ഞാൻ പയറിൻ്റെ ഇല. അത് മതി. അമ്മ പയറിന്റെ ഇല പണ്ട് അമ്മൂമ്മ ഉണ്ടാക്കിയതാണ്. ഞാൻ കട്ട് ചെയ്ത്. നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ ഇടുന്ന കാരണം ഈ തോരനൊക്കെ ഇലക്കറികൾക്കൊക്കെ ഇച്ചിരി തേങ്ങ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിനകത്തായിട്ട് ഒരു മുറി തേങ്ങയുണ്ട്, ഒരു 3-4 കാന്താരി മുളക്. മറ്റേ നമ്മുടെ പച്ചക്കാന്താരിയാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇവിടെ ഇതേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം എൻ്റെ അടുത്ത് ഇവിടെ പൊടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. നമ്മൾ ഇനി അരച്ച അരപ്പ് അങ്ങോട്ട് ചേർക്കുകയാണ്. ഇതെന്താ മഞ്ഞ കളറാവാത്തെ? നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്തിരിക്കുന്നു ഗൈസ്. അമ്മ ഇപ്പം എന്നെ എടുത്തിട്ട് അടിക്കും ഗൈസ്. നമ്മളിതൊന്ന് ചൂടാവട്ടെ. ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മേലേക്ക് ഇല നിരത്തി വെക്കും. ഒരു മിനിറ്റ് ഒന്നുകൂടെ പറ. എന്താ അമർന്നില്ല. ഇനി നമ്മൾ പയറിൻ്റെ ഇല എടുത്തതിനകത്തേക്ക് അത് നേരത്തെ 3 കെട്ടായിട്ട് ചെറുതായിട്ടായിരുന്നെങ്കിലും ഒരുപാടുണ്ടായിരുന്നു. അതെ, കെട്ട് തുറന്നപ്പോൾ ഒത്തിരി അളക്കാൻ ഇച്ചിരി പാടാണ് കൈസ്. ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. കണ്ടോ, അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം മുതൽ. അത് ഇങ്ങനെ ഇതാക്കുമ്പോ ആമി ചട്ടി നിറച്ചിരിക്കുന്ന കണ്ടിട്ട് ഇതിനകത്ത് ഇതാവുമെന്ന് വെച്ചപ്പോ കണ്ടോ. ഇനി ഇതൊന്നും കൂടി ഇതിന്റെ വെള്ളം പറ്റണം. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പയറിന്റെ തോര റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പയർ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മളൊന്നും പറയുകയൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ ടാറ്റാ. ബൈ.